ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാക്ബുക്ക് പ്രോയുടെ 14-ഇഞ്ച് വേർഷൻ M2 മാക്സിൽ പവർ ചെയ്യുന്ന മാക്ബുക്ക് പ്രോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അസ്യൂസിൻ്റെ ROG G551JX എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. ഇത് ഞാനൊരു 7-8 വർഷം മുമ്പ്, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നതിനൊക്കെ മുമ്പ് കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് വാങ്ങിയ ലാപ്ടോപ്പാണ്. ഇത്രയും നാളും ഞാനതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ നല്ല ലാപ്ടോപ്പാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഒരു വർഷം മുമ്പ് ഇതിൻ്റെ ഹിഞ്ചിനൊരു ചെറിയ കംപ്ലയിൻറ്റ് വന്നായിരുന്നു. അത് ശരിയാക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്പ്ലേക്ക് ചെറിയൊരു പ്രശ്നം വന്നു. അങ്ങനെ പ്രശ്നങ്ങൾ കൂടി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു ലാപ്ടോപ്പ് മാറ്റിയിട്ട് പുതിയൊരു ലാപ്ടോപ്പ് എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചു. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമെന്ന് തോന്നി. സോ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ മാക്ക് എടുത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മാക്ബുക്ക് പ്രോ 14-ഇഞ്ചിൻ്റെ ബോക്സ്. ഇതൊന്ന് നമ്മൾ തിരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാക്ബുക്ക് പ്രോയെ പറ്റിയുള്ള ഫുൾ സ്പെസിഫിക്കേഷനും ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇപ്പോൾ സ്പെയിനിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ആപ്പിളിൻ്റെ ഷോറൂമിൽ നിന്നുമാണ് വാങ്ങിയത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ സ്പാനിഷിൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ബേസിക് സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് M2 മാക്സ് ആണ്. അതുപോലെ 12 കോർ CPU, 30 കോർ GPU, അതുപോലെ 32 GB യൂണിഫൈഡ് മെമ്മറി, അതുപോലെ തന്നെ 1 TB SSD സ്റ്റോറേജ് ആണ്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇതിൻ്റെ മുകളിലും താഴെയായിട്ട് 2 ഗ്രീൻ സ്റ്റിക്കർ പോലെ കണ്ടില്ലായിരുന്നു. ഇത് അതിൻ്റെ ഒരു സീലിംഗ് മെക്കാനിസമാണ്. നമുക്ക് അതിൻ്റെ മുകളിലും താഴെയുള്ള ആ ഒരു സീൽ ബ്രേക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോക്സ് തിരിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, വാക്യൂം കാരണം ഇച്ചിരി ടൈറ്റാണ്. ഓക്കെ, പെർഫെക്റ്റ്. ഈ കാണുന്നതാണ് നമ്മുടെ മാക്ബുക്ക് പ്രോ. ഇനി നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു മാക്ബുക്കിനെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ബോക്സിനകത്തുള്ള കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ മാക്ബുക്ക് പ്രോയെ പുറത്ത് വയ്ക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സിനകത്ത് മാക്ബുക്ക് പ്രോ അല്ലാതെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ കാണാം അല്ലേ? ആദ്യം നമുക്ക് ഈ മുകളിലിരിക്കുന്ന ഈ പേപ്പർ വർക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതും ഒരു ചെറിയൊരു പാക്കിനകത്താണ് ഇരിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, ബേസിക്കലി ഇത് മാക്ബുക്ക് പ്രോയുടെ വാറണ്ടി ഇൻഫർമേഷനാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ തന്നെ 2 സ്റ്റിക്കറും ഉണ്ട്. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഇതെല്ലായിടത്തും മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ചാർജിങ് കേബിളാണ്. കണ്ടില്ലേ, ബ്രേഡഡ് കേബിളാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളുമാണ്. സോ നല്ല ഡ്യൂറബിളാണ്. ഇനി നമുക്കിതിൻ്റെ ചാർജർ ഒന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ്. ഓക്കെ, കണ്ടില്ലേ, ഇത് നമ്മുടെ മാക്ബുക്ക് പ്രോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 96 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കവറൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ചാർജിങ് അഡാപ്റ്റർ. സോ ഗൈസ്, ബോക്സിനകത്ത് ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണുള്ളത്. കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു, ചാർജിങ് കേബിൾ ഉണ്ട്, അതുപോലെ തന്നെ അഡാപ്റ്റർ ഉണ്ട്, മാക്ബുക്ക് പ്രോയും ഉണ്ട്. ഇനി നമുക്ക് ബോക്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ മാക്ബുക്ക് പ്രോ എടുക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഇതിന് ചുറ്റും ഒരു കവറുണ്ട്, ഒരു തിന്നായിട്ടുള്ള കവറിങ് ഉണ്ട്. നമുക്ക് ആ കവറിങ് റിമൂവ് ചെയ്ത് നമ്മുടെ മാക്ബുക്ക് പ്രോയെ പുറത്തെടുക്കാം. പെർഫെക്റ്റ്. ഇനി നമുക്ക് ഇതിലുള്ള പോർട്സ് ഒന്ന് എക്സാമിൻ ചെയ്യാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മാക്സേഫ് പോർട്ടുണ്ട്, അതുപോലെ തന്നെ 2 USB പോർട്ടുണ്ട്, 3.5mm ജാക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു HDMI പോർട്ടുണ്ട്, ഒരു USB പോർട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കാർഡ് റീഡർ സ്ലോട്ടും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിവനെ ഓൺ ചെയ്യാം. ഇവൻ്റെ ലിഡ് ആദ്യം തുറക്കാം. സോ ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവേണ്ടതാണ്. ഓക്കെ, പെർഫെക്റ്റ്. ആപ്പിളിൻ്റെ ലോഗോ വന്നിട്ടുണ്ടല്ലേ. ഇനി ഇത് ബൂട്ട് ചെയ്യാൻ അല്പം സമയമെടുക്കും. പല ഭാഷയിൽ ഹലോ എന്നുള്ള വാക്ക് എഴുതി കാണിക്കും. ഇത് അത്യാവശ്യം സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. സോ ഞാൻ ഈ ഒരു വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനീഷ്യൽ കോൺഫിഗറേഷനാണ്. ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജ് സെലക്ഷൻ. തൽക്കാലത്തേക്ക് ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ മാറ്റാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺട്രി അല്ലെങ്കിൽ റീജിയൻ സെലക്ട് ചെയ്യാം. ഇനി അങ്ങോട്ടും ഇതുപോലുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ചെയ്യാവുന്നതാണ്. കുറേ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യാം. നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ഈ മാക്ബുക്ക് പ്രോയെ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാക്ബുക്ക് പ്രോയിൽ യൂസർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ യൂസറായിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സിറിയെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറിയെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാം. നമ്മുടെ മാക്ബുക്ക് പ്രോയിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യാതെ ഫിംഗർ പ്രിൻ്റ് വെച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പല പല ട്രാൻസാക്ഷൻസ് അതുപോലെ വേറെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്. ഇനി അതും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ നമ്മുടെ മാക്ബുക്ക് പ്രോയുടെ തീം സെലക്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി ഡാർക്ക് തീം ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കോൺഫിഗറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാക്ബുക്ക് ഇപ്പോൾ റെഡിയാണ്. നമ്മൾ ചാർജ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി കുറവാണല്ലേ, നമുക്ക് മാക്ബുക്ക് ഒന്ന് ചാർജ് ചെയ്യാനിടാം. അപ്പോൾ നമ്മൾ ഈ മാക്ബുക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ മുന്നിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മാക്ബുക്ക് എയർ എടുക്കാം, മാക്ബുക്ക് പ്രോ എടുക്കാം. സോ ബേസിക്കലി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ മാക്ബുക്ക് പ്രോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി മാക്ബുക്ക് പ്രോ നോക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് 3 വേരിയൻസ് ഉണ്ട്. ഒന്ന് 13 ഇഞ്ചിൻ്റെ, പിന്നെ 14 ഇഞ്ചിൻ്റെ, പിന്നെ 16 ഇഞ്ചിൻ്റെ. 13 ഇഞ്ചിൻ്റെത് ചെറുതാണ്, നമുക്ക് ട്രാവലിംഗ് എളുപ്പമായിരിക്കും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ സ്പെക്സ് കൂടുതലാണ് 14 ഇഞ്ചും 16 ഇഞ്ചും. പിന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ലപോലെ ട്രാവൽ ചെയ്യാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്, ലാപ്ടോപ്പ് യൂസ് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പ് ഇല്ല. സോ ഡെസ്ക്ടോപ്പിൻ്റെ വർക്കും കൂടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ 14 ഇഞ്ചിൻ്റെ M2 മാക്സ് ചിപ്പ്, അതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്സെറ്റ്. സോ M2 മാക്സ് ചിപ്പിൻ്റെ 14 ഇഞ്ച് വേർഷൻ എടുക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൂടുതലാണ്. 3700 യൂറോസിന് മുകളിലായിരുന്നു. അത് കൂടാതെ തന്നെ ഞാൻ ഇതിൻ്റെ ഫൈനൽ കട്ട് പ്രോയുടെ വേർഷനും കൂടെ അതിൻ്റെ ലൈസൻസും കൂടെ പർച്ചേസ് ചെയ്തു. മാത്രമല്ല ഇത് അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. സോ ബേസിക്കലി ഞാനൊരു സാധനം വാങ്ങുകയാണെങ്കിൽ അത് അത്യാവശ്യം നല്ലപോലെ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ട് പിന്നെ അത് മാറ്റത്തുള്ളൂ. അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞാനത് മാറ്റത്തുള്ളൂ. സോ ഇത് അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്, അത്യാവശ്യം നല്ല സ്പെക്സാണ്. സോ ഡെഫിനറ്റ്ലി ഞാനിത് ഒരുപാട് കാലം യൂസ് ചെയ്യും. ഇനി അങ്ങോട്ടുള്ള വീഡിയോ എഡിറ്റിംഗ്, ഓഡിയോ പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് വെച്ചിട്ട് തന്നെയായിരിക്കും. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ മാജിക് കീബോർഡ് അതുപോലെ മാജിക് മൗസ് എന്ന് പറയുന്ന 2 ആക്സസറീസും കൂടെ വാങ്ങിയായിരുന്നു. സോ അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.